ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. അന്തിമഘട്ടത്തിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുകയാണ്. ടെലിവിഷൻ, സോഷ്യൽ മീഡിയ താരങ്ങളാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. രേഖ രതീഷ്, രേണു സുധി, ഷാനവാസ്, ആദിലയും നൂറയും, അനുമോൾ, ജിഷിൻ മോഹൻ, രഞ്ജിത്ത് മുൻഷി, അക്ബർ ഖാൻ, ശരത് അപ്പാനി, അഭിശ്രീ, ബിനി സെബാസ്റ്റ്യൻ, റാണിയ റാണ, മാധവ് നായർ, കലാഭവൻ സരിക, RJ ബിൻസി തുടങ്ങിയവരുടെ പേരുകളാണ് ഏറെക്കുറെ ഉറപ്പിച്ച ഫൈനൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ പറയുന്നത്. അതേസമയം മലയാളം ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ബിഗ് ബോസിലേക്ക് ഉറപ്പിച്ചു പറഞ്ഞ പേരുകളിൽ ഒന്നായിരുന്നു സോഷ്യൽ മീഡിയ താരമായ ജാസിയുടേത്. ട്രാൻസ്ജെൻഡറായ ജാസി ആ ഒരു പ്രത്യേകത വെച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ജാസി. എന്നാൽ ജാസി വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ബിഗ് ബോസ് റിവ്യൂവറായ രേവതി ഇപ്പോൾ ഇതേപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. സെലിബ്രിറ്റികളുടെ ഇന്റർവ്യൂവും കോമണേഴ്സിന്റെ ഇന്റർവ്യൂവും വളരെ കടുപ്പമായിരുന്നു ബിഗ് ബോസിലേതെന്നാണ് ബിഗ് ബോസ് മല്ലു ടോക്സിലെ രേവതി പറയുന്നത്. പല മത്സരാർത്ഥികളും ചോദ്യവേളയിൽ വിയർത്തു കുളിച്ചു. നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ വരെ മത്സരാർത്ഥികളുടെ ലിസ്റ്റിൽ നിന്നും പുറത്തായിട്ടുണ്ടെന്നും രേവതി പറയുന്നു. ജാസിക്കും ഇതാണോ സംഭവിച്ചതെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് പോകാൻ വലിയ ആഗ്രഹമുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ജാസി. ഷോയിൽ കോണ്ടന്റ് മേക്കർ ആകാൻ എല്ലാ സാധ്യതയുമുള്ള ആൾ കൂടിയായിരുന്നു ജാസി. കേരളത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ജാസി എന്ന് തന്നെ പറയാം. ആരാധകർക്കൊപ്പം തന്നെ ഹേറ്റേഴ്സും ജാസിക്കുണ്ട്. കടുത്ത ട്രോളുകളും അധിക്ഷേപങ്ങളും ഒക്കെ ജാസിക്ക് നേരെ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ റീലുകൾ ചെയ്ത് ശ്രദ്ധ നേടി വന്ന ടൈമിൽ ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു ജാസി. എന്നാൽ ദുബായിൽ നിന്ന് തിരിച്ചു വന്ന ജാസി കുറച്ചു കാലമായി പാർട്ട്ണറിനൊപ്പം കേരളത്തിൽ തന്നെയുണ്ട്. ജാസി ബിഗ് ബോസിലേക്ക് എത്തിയാൽ ഷോയ്ക്കുള്ള ജനശ്രദ്ധ വീണ്ടും വർദ്ധിക്കുമെന്നത് ഉറപ്പ് തന്നെ. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ജാസി വെയിറ്റിംഗ് ലിസ്റ്റിലായെന്ന ചോദ്യവും പ്രേക്ഷകർക്കുണ്ട്. മറുവശത്താകട്ടെ, വിവാദങ്ങളുടെ നടുവിലാണ് ഫൈനൽ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള രേണു സുധി. അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയ റീലുകളിലൂടെയാണ് ശ്രദ്ധ നേടുന്നത്. പിന്നെ മ്യൂസിക് ആൽബംസും ഷോർട്ട് ഫിലിംസും സിനിമയും ഒക്കെയായി അവരങ്ങ് വളർന്നു. എന്നാൽ കുറെ കാലമായി രേണുവിനെതിരെ ഒരുപാട് വിമർശനങ്ങളും പലതരത്തിൽ വരുന്നുണ്ട്. പിന്നാലെ ഇതൊക്കെ വിവാദങ്ങളുമായി മാറും. രേണുവിന് ബിഗ് ബോസിൽ ചാൻസ് ലഭിക്കാനുള്ള സാധ്യത വിവാദങ്ങൾ കാരണം ഇല്ലാതായോ എന്നും ചില യൂട്യൂബേഴ്സ് ചോദിക്കുന്നുണ്ട്. എന്നാൽ പക്ഷേ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇന്ന് ജാസിക്ക് മുകളിൽ തന്നെയാണ് രേണു സുധിയുടെ സ്ഥാനമെന്നത് മറ്റൊരു കാര്യം. എന്നിട്ടും ചില യൂട്യൂബേഴ്സ് ഒന്നടങ്കം രേണുവിനെതിരെ തിരിയുന്നുണ്ട്. എവിടെ നോക്കിയാലും രേണുവിന്റെ ശത്രുക്കൾ തന്നെയാണെന്ന് പറയാം. വളരെ കുറച്ചു പേർ മാത്രമാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രേണുവിന് ലഭിക്കുന്ന ജനശ്രദ്ധ ബിഗ് ബോസ് ഷോയ്ക്കും ഗുണം ചെയ്യുമെന്നത് ഉറപ്പായ കാര്യം. ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന 2 മത്സരാർത്ഥികളാകാൻ സാധ്യതയുള്ളവരാണ് രേണുവും ജാസിയും. അതേസമയം ഷോ മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ മാറി മറിയാം. വലിയ ഹൈപ്പോടെ വന്നവർ ബിഗ് ബോസിൽ ഒന്നുമല്ലാതെ പോയ സാഹചര്യങ്ങൾ മുൻ സീസണുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നടി രേഖ രതീഷും കോണ്ടന്റ് മേക്കർ ആകാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ്. തുറന്നടിച്ച് സംസാരിക്കുന്ന പ്രകൃതക്കാരി എന്ന ഇമേജാണ് രേഖ രതീഷിനുള്ളതെന്നും രേവതി പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.